നമസ്കാരം. 2000-ൽ കേരളത്തിലെ സ്വർണ്ണവില വെറും 4000 രൂപയോളമായിരുന്നു. 10 വർഷങ്ങൾക്കപ്പുറം 2010-ൽ സ്വർണം 18,500-ലെത്തി. അതായത് ഏകദേശം 12,000 രൂപയോളം വർധനവ്. 10 വർഷം കൂടി കഴിഞ്ഞ് 2020-ൽ എത്തിയപ്പോൾ സ്വർണ്ണവില തൊട്ടത് 50,000-ലാണ്. 5 വർഷം വീണ്ടും കഴിഞ്ഞപ്പോൾ ഇന്ന് കേരളത്തിൽ 1 പവൻ കിട്ടണമെങ്കിൽ 90,000 രൂപ അടുത്തു കൊടുക്കണം. അതായത് ഏകദേശം 1 ലക്ഷം രൂപ ചിലവാക്കണം. സ്വർണ്ണവില എന്ത് പോക്കാണെന്ന് അന്താളിച്ചു നിൽക്കുകയാണ് സ്വർണ്ണപ്രേമികൾ. എന്തുകൊണ്ടാണ് വില ഇങ്ങനെ ഉയരുന്നത്? അടുത്തെങ്ങാനും സ്വർണ്ണവില കുറയുമോ? വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 45% വില വർദ്ധിച്ചു. 78,000 രൂപയിൽ നിന്ന് 1,13,700 രൂപയിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. 2024 ഓഗസ്റ്റ് മുതൽ സ്വർണ്ണവില ഏകദേശം 62% ഉയർന്നത്. അന്ന് 70,000 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. 2024 ഫെബ്രുവരിയിൽ 64,000 രൂപയായിരുന്നു സ്വർണത്തിന്. 20 മാസത്തിനുള്ളിൽ ഏകദേശം 77,000 വർധനവുണ്ടായി. ഈ സ്ഥിതി വിവരണ കണക്കുകൾ സ്വർണത്തിന്റെ മൂല്യവർധനവ് വ്യക്തമാക്കുന്നതാണ്. സ്വർണ്ണവില ഉയർന്നതോടെ നിക്ഷേപകർ ചിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നതിലും വലിയ വർധനവാണ് വിലയിൽ പ്രകടനമാകുന്നത്. സ്വർണ്ണവില ഉയർന്നതോടെ നിക്ഷേപകർ കൂടുതലായി സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതേസമയം ഈ വർധനവ് ഇനിയും തുടരുമോ അതോ അപ്രതീക്ഷിത തകർച്ച ഉണ്ടാകുമോ എന്നാണ് നിക്ഷേപകരുടെ ആശങ്ക. എന്തായാലും ഭാവിയിൽ വില കൂടുമോ അതോ കുറയുമോ എന്ന് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട വ്യാപാര യുദ്ധം തന്നെയാണ് വില ഉയരാനുള്ള കാരണങ്ങളിലൊന്ന്. വിപണിയിൽ ആശങ്ക ഉയരുമ്പോൾ സ്വർണത്തിലേക്ക് നിക്ഷേപകർ അടുക്കും. സ്വാഭാവികമായും വില ഉയരും. മറ്റൊന്ന് പണപ്പെരുപ്പാണ്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിൽ പണപ്പെരുപ്പ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പണപ്പെരുപ്പും കാര്യമായി ഉയർന്നിട്ടില്ല. എന്നിരുന്നാലും താരിഫുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ആശങ്ക നിലനിൽക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചരിത്രപരമായി സ്വർണം എപ്പോഴും പണപ്പെരുപ്പത്തിന് എതിരെയുള്ള ഒരു മികച്ച നിക്ഷേപ മാർഗമാണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. US ഭരണകൂടം വ്യാപാര യുദ്ധങ്ങൾ തുടങ്ങിവെച്ചത് ആഗോള വിപണികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ദീർഘകാലത്തേക്ക് ഈ നയം തുടരാനുള്ള ട്രംപ് ഭരണത്തിന്റെ ദൃഢനിശ്ചയമാണ് ഈ ഭയത്തിന് പിന്നിൽ. ഉയർന്ന താരിഫുകൾ ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായ അനിഷ്ടഫലങ്ങൾ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ 2ാം തരംഗം 3ാം തരംഗം പ്രത്യാഘാതങ്ങൾ എത്രത്തോളം രൂക്ഷമാകുമെന്ന് വ്യക്തമല്ല. ഇതോടൊപ്പം അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക വിപണികളിൽ മാന്ദ്യ ഭീതി നിലനിൽക്കുമ്പോൾ സ്വർണം സാധാരണയായി മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അമേരിക്കയിലെ പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കുറയുക, പശ്ചിമേഷ്യയിലും യുക്രൈനിലും സമാധാന ഉടമ്പടികൾ നിലവിൽ വരിക എന്നിവ പോലുള്ള ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. കൂടാതെ മറ്റ് ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം സംബന്ധിച്ച ഭയങ്ങൾ ഇല്ലാതാക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർണ്ണവില തീർച്ചയായും കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് എന്നത് സംബന്ധിച്ച് മാത്രം കൃത്യമായ ഒരു കാലയളവ് പ്രവചിക്കുക എളുപ്പമല്ല. എന്തായാലും ഒരു നാൾ സ്വർണത്തിന്റെ വില കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.